നമസ്കാരം. എജു വേൾഡ് കേരള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് 2026 ജനുവരി 1 PSC ബുള്ളറ്റിൽ നിന്നുള്ള 2025 കേരളവുമായി ബന്ധപ്പെട്ട പ്രധാന കറണ്ട് അഫയേഴ്സിന്റെ രണ്ടാം ഭാഗമാണ് വിശദീകരിക്കുന്നത്. ക്ലാസ് മുഴുവനായും കാണുവാൻ ശ്രമിക്കുക. ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി അറിയിക്കുക. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. ആനുകാലിക ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നോക്കാം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചത് എന്നാണ്? വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചത് എന്നാണ്? 2025 മെയ് 2-ന് 2025 മെയ് 2-നാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചത്. 2025 മെയ് 2-ന്. പൂർണ്ണമായും ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായി രൂപകൽപ്പന ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ തുറമുഖം? പൂർണ്ണമായും ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായി രൂപകൽപ്പന ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ തുറമുഖം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖമാണ് പൂർണ്ണമായും ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായി രൂപകൽപ്പന ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ തുറമുഖം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ദക്ഷിണേന്ത്യയിലെ ആദ്യ സെമി ഓട്ടോമേറ്റഡ് തുറമുഖം? ദക്ഷിണേന്ത്യയിലെ ആദ്യ സെമി ഓട്ടോമേറ്റഡ് തുറമുഖം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖമാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യ സെമി ഓട്ടോമേറ്റഡ് തുറമുഖം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. 2025 നവംബറിൽ പൂർണ്ണതോതിലുള്ള ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റ് ICP പദവി അനുവദിച്ച കേരളത്തിലെ തുറമുഖം? 2025 നവംബറിൽ പൂർണ്ണ തോതിലുള്ള ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റ് ICP പദവി അനുവദിച്ച കേരളത്തിലെ തുറമുഖം? വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. കോഴിക്കോട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സുഗന്ധവിള ഗവേഷണ സ്ഥാപനം IISR വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ളതും പ്രത്യേക സുഗന്ധം ഉള്ളതുമായ മഞ്ഞളിന്? കോഴിക്കോട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സുഗന്ധവിള ഗവേഷണ സ്ഥാപനം IISR വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ളതും പ്രത്യേക സുഗന്ധം ഉള്ളതുമായ മഞ്ഞളിന്? IISR സൂര്യ. IISR സൂര്യയാണ് കോഴിക്കോട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സുഗന്ധവിള ഗവേഷണ സ്ഥാപനം IISR വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ളതും പ്രത്യേക സുഗന്ധം ഉള്ളതുമായ മഞ്ഞളിന്? IISR സൂര്യ. ആൾക്കൂട്ടം എത്ര വലുതായാലും അവരെ നിർമ്മിത ബുദ്ധിയിൽ AI പ്രവർത്തിക്കുന്ന ക്യാമറയിലൂടെ നിരീക്ഷിച്ച് അസ്വാഭാവിക നീക്കങ്ങൾ വിലയിരുത്തി ദുരന്തങ്ങൾ തടയാൻ സഹായിക്കുന്ന പദ്ധതി തയ്യാറാക്കിയ സ്ഥാപനം? ആൾക്കൂട്ടം എത്ര വലുതായാലും അവരെ നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന ക്യാമറയിലൂടെ നിരീക്ഷിച്ച് അസ്വാഭാവിക നീക്കങ്ങൾ വിലയിരുത്തി ദുരന്തങ്ങൾ തടയാൻ സഹായിക്കുന്ന പദ്ധതി തയ്യാറാക്കിയ സ്ഥാപനം? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി NIT കോഴിക്കോട്. NIT കോഴിക്കോടാണ് ആൾക്കൂട്ടം എത്ര വലുതായാലും അവരെ നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന ക്യാമറയിലൂടെ നിരീക്ഷിച്ച് അസ്വാഭാവിക നീക്കങ്ങൾ വിലയിരുത്തി ദുരന്തങ്ങൾ തടയാൻ സഹായിക്കുന്ന പദ്ധതി തയ്യാറാക്കിയ സ്ഥാപനം? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി NIT കോഴിക്കോട്. നാസയും ISROയും സംയുക്തമായി നിർമ്മിച്ച ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് GSLV F-16 ഉപയോഗിച്ച് വിക്ഷേപിച്ച ലോകത്തിലെ ആദ്യ റഡാർ ഇമേജിംഗ് സാറ്റലൈറ്റായ നിസാർ നാസ ISRO സിന്തറ്റിക് അപ്പർച്ചർ റഡാർ പദ്ധതിയുടെ മിഷൻ ഡയറക്ടർ ആരാണ്? നാസയും ISROയും സംയുക്തമായി നിർമ്മിച്ച ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് GSLV F-16 ഉപയോഗിച്ച് വിക്ഷേപിച്ച ലോകത്തിലെ ആദ്യ റഡാർ ഇമേജിംഗ് സാറ്റലൈറ്റായ നിസാർ നാസ ISRO സിന്തറ്റിക് അപ്പർച്ചർ റഡാർ പദ്ധതിയുടെ മിഷൻ ഡയറക്ടർ ആരാണ്? തോമസ് കുര്യൻ. തോമസ് കുര്യനാണ് നാസയും ISROയും സംയുക്തമായി നിർമ്മിച്ച ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് GSLV F-16 ഉപയോഗിച്ച് വിക്ഷേപിച്ച ലോകത്തിലെ ആദ്യ റഡാർ ഇമേജിംഗ് സാറ്റലൈറ്റായ നിസാർ നാസ ISRO സിന്തറ്റിക് അപ്പർച്ചർ റഡാർ പദ്ധതിയുടെ മിഷൻ ഡയറക്ടർ? തോമസ് കുര്യൻ. കേരളത്തിന്റെ സ്വന്തം ഇന്റർനെറ്റായ KFONന്റെ കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്കിന്റെ ഭാഗ്യചിഹ്നം? കേരളത്തിന്റെ സ്വന്തം ഇന്റർനെറ്റായ KFONന്റെ ഭാഗ്യചിഹ്നം
ഫിബോ എന്ന കടുവയാണ്. ഫിബോ എന്ന കടുവയാണ് കേരളത്തിന്റെ സ്വന്തം ഇന്റർനെറ്റായ കെ ഫോണിന്റെ കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്കിന്റെ ഭാഗ്യചിഹ്നം ഫിബോ കടുവ. കേൾവി പരിമിതിയുള്ള കുട്ടികൾക്ക് ഭാഷാ പഠനം എളുപ്പമാക്കാൻ പ്രത്യേക പാഠപുസ്തകം തയ്യാറാക്കിയ സംസ്ഥാനം. കേൾവി പരിമിതിയുള്ള കുട്ടികൾക്ക് ഭാഷാ പഠനം എളുപ്പമാക്കാൻ പ്രത്യേക പാഠപുസ്തകം തയ്യാറാക്കിയ സംസ്ഥാനം കേരളം. കേരളമാണ് കേൾവി പരിമിതിയുള്ള കുട്ടികൾക്ക് ഭാഷാ പഠനം എളുപ്പമാക്കാൻ പ്രത്യേക പാഠപുസ്തകം തയ്യാറാക്കിയ സംസ്ഥാനം കേരളം. വിദ്യാകിരണം മിഷൻ പ്രസിദ്ധീകരിച്ച 1ാം ക്ലാസ്സിലെ കുട്ടികളുടെ ഡയറി കുറിപ്പുകളും രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും അനുഭവക്കുറിപ്പുകളും ഉൾക്കൊള്ളുന്ന ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി എഡിറ്ററായി തയ്യാറാക്കിയ പുസ്തകം കുരുന്നെഴുത്തുകൾ. കുരുന്നെഴുത്തുകൾ എന്ന പുസ്തകമാണ് വിദ്യാകിരണം മിഷൻ പ്രസിദ്ധീകരിച്ച 1ാം ക്ലാസ്സിലെ കുട്ടികളുടെ ഡയറി കുറിപ്പുകളും രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും അനുഭവക്കുറിപ്പുകളും ഉൾക്കൊള്ളുന്ന ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി എഡിറ്ററായി തയ്യാറാക്കിയ പുസ്തകം കുരുന്നെഴുത്തുകൾ. ഹരിത കേരള മിഷൻ പുറത്തിറക്കിയ പുസ്തകം. ഹരിത കേരള മിഷൻ പുറത്തിറക്കിയ പുസ്തകം മികവാർന്ന പച്ചത്തുരുത്തുകൾ. മികവാർന്ന പച്ചത്തുരുത്തുകൾ എന്ന പുസ്തകമാണ് ഹരിത കേരള മിഷൻ പുറത്തിറക്കിയത്. മികവാർന്ന പച്ചത്തുരുത്തുകൾ. സംഗീതജ്ഞ MS സുബ്ബലക്ഷ്മിയുടെയും ഭർത്താവ് ത്യാഗരാജൻ സദാശിവത്തിന്റെയും ജീവിതത്തെപ്പറ്റി കവി BK ഹരിനാരായണൻ രചിച്ച പുസ്തകം. സംഗീതജ്ഞ MS സുബ്ബലക്ഷ്മിയുടെയും ഭർത്താവ് ത്യാഗരാജൻ സദാശിവത്തിന്റെയും ജീവിതത്തെപ്പറ്റി കവി BK ഹരിനാരായണൻ രചിച്ച പുസ്തകം ശിവം ശുഭം ദ ബയോഗ്രഫി ഓഫ് എ കപ്പിൾ. ശിവം ശുഭം ദ ബയോഗ്രഫി ഓഫ് എ കപ്പിൾ എന്ന പുസ്തകമാണ് സംഗീതജ്ഞ MS സുബ്ബലക്ഷ്മിയുടെയും ഭർത്താവ് ത്യാഗരാജൻ സദാശിവത്തിന്റെയും ജീവിതത്തെപ്പറ്റി കവി BK ഹരിനാരായണൻ രചിച്ച പുസ്തകം ശിവം ശുഭം ദ ബയോഗ്രഫി ഓഫ് എ കപ്പിൾ. ഏത് പ്രശസ്ത എഴുത്തുകാരിയുടെ ഓർമ്മ പുസ്തകമാണ് മദർ മേരി കംസ് ടു മീ? ഏത് പ്രശസ്ത എഴുത്തുകാരിയുടെ ഓർമ്മ പുസ്തകമാണ് മദർ മേരി കംസ് ടു മീ? അരുന്ധതി റോയ്. അരുന്ധതി റോയിയുടെ ഓർമ്മ പുസ്തകമാണ് മദർ മേരി കംസ് ടു മീ. അന്തകവള്ളികൾ എന്ന പുസ്തകം എഴുതിയത്. അന്തകവള്ളികൾ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? സേതു. സേതുവാണ് അന്തകവള്ളികൾ എന്ന പുസ്തകം എഴുതിയത്. സേതു. 2024 മികച്ച ഇംഗ്ലീഷ് പുസ്തകത്തിനുള്ള ഗ്രേസ് ആബട്ട് ബുക്ക് പ്രൈസ് ലഭിച്ച കണ്ടസ്റ്റഡ് ചൈൽഡ്ഹുഡ്സ് കാസ്റ്റ് ആൻഡ് എഡ്യൂക്കേഷൻ ഇൻ കൊളോണിയൽ കേരള എന്ന പുസ്തകം എഴുതിയത് ആരാണ്? 2024 മികച്ച ഇംഗ്ലീഷ് പുസ്തകത്തിനുള്ള ഗ്രേസ് ആബട്ട് ബുക്ക് പ്രൈസ് ലഭിച്ച കണ്ടസ്റ്റഡ് ചൈൽഡ്ഹുഡ്സ് കാസ്റ്റ് ആൻഡ് എഡ്യൂക്കേഷൻ ഇൻ കൊളോണിയൽ കേരള എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ഡോക്ടർ ദിവ്യ കണ്ണൻ. ഡോക്ടർ ദിവ്യ കണ്ണനാണ് 2024 മികച്ച ഇംഗ്ലീഷ് പുസ്തകത്തിനുള്ള ഗ്രേസ് ആബട്ട് ബുക്ക് പ്രൈസ് ലഭിച്ച കണ്ടസ്റ്റഡ് ചൈൽഡ്ഹുഡ്സ് കാസ്റ്റ് ആൻഡ് എഡ്യൂക്കേഷൻ ഇൻ കൊളോണിയൽ കേരള എന്ന പുസ്തകം എഴുതിയത്. ഡോക്ടർ ദിവ്യ കണ്ണൻ. ഇടശ്ശേരിക്കാറ് എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ഇടശ്ശേരിക്കാറ് എന്ന പുസ്തകം എഴുതിയത് ആരാണ്? KP രാമനുണ്ണി. KP രാമനുണ്ണിയാണ് ഇടശ്ശേരിക്കാറ് എന്ന പുസ്തകം എഴുതിയത്. വള്ളത്തോളിനെ പ്രമേയമാക്കി നിർനിമേഷമായി നിൽക്ക എന്ന നോവൽ രചിച്ചത് ആരാണ്? വള്ളത്തോളിനെ പ്രമേയമാക്കി നിർനിമേഷമായി നിൽക്ക എന്ന നോവൽ രചിച്ചത് ആരാണ്? അനിൽ വള്ളത്തോൾ. അനിൽ വള്ളത്തോളാണ് വള്ളത്തോളിനെ പ്രമേയമാക്കി നിർനിമേഷമായി നിൽക്ക എന്ന നോവൽ രചിച്ചത്. അനിൽ വള്ളത്തോൾ. പത്രാധിപരായും എഴുത്തുകാരനായും തലമുറകളെ പ്രചോദിപ്പിച്ച MD വാസുദേവൻ നായരെ കുറിച്ച് സുഭാഷ് ചന്ദ്രൻ എഴുതിയ പുസ്തകം. പത്രാധിപരായും എഴുത്തുകാരനായും തലമുറകളെ പ്രചോദിപ്പിച്ച MD വാസുദേവൻ നായരെ കുറിച്ച് സുഭാഷ് ചന്ദ്രൻ എഴുതിയ പുസ്തകം എംഡിത്തം. എംഡിത്തം എന്ന പുസ്തകമാണ് പത്രാധിപരായും എഴുത്തുകാരനായും തലമുറകളെ പ്രചോദിപ്പിച്ച MD വാസുദേവൻ നായരെ കുറിച്ച് സുഭാഷ് ചന്ദ്രൻ എഴുതിയ പുസ്തകം എംഡിത്തം. മാധവിക്കുട്ടിയുടെ ജീവചരിത്രം മാധവിക്കുട്ടി കടലിന്റെ നിറങ്ങൾ എന്ന പേരിൽ രചിച്ചത് ആരാണ്? മാധവിക്കുട്ടിയുടെ ജീവചരിത്രം മാധവിക്കുട്ടി കടലിന്റെ നിറങ്ങൾ എന്ന പേരിൽ രചിച്ചത് ആരാണ്? ഡോക്ടർ ആശ കെ. ഡോക്ടർ ആശ കെ ആണ് മാധവിക്കുട്ടിയുടെ ജീവചരിത്രം മാധവിക്കുട്ടി കടലിന്റെ നിറങ്ങൾ എന്ന പേരിൽ രചിച്ചത്. ഡോക്ടർ ആശ കെ. കരുവന്നൂർ എന്ന ചെറുകഥാ സമാഹാരം ഏത് എഴുത്തുകാരൻ്റെതാണ്? കരുവന്നൂർ എന്ന ചെറുകഥാ സമാഹാരം ഏത് എഴുത്തുകാരൻ്റെതാണ്? T. പത്മനാഭൻ.
ടി പത്മനാഭന്റേതാണ് കരുവന്നൂർ എന്ന ചെറുകഥാ സമാഹാരം. ടി പത്മനാഭൻ. ഗാസയിലെ കുട്ടികൾ എന്ന ചെറുകഥ എഴുതിയത് ആരാണ്? ഗാസയിലെ കുട്ടികൾ എന്ന ചെറുകഥ എഴുതിയത് ആരാണ്? ടി പത്മനാഭൻ. ടി പത്മനാഭനാണ് ഗാസയിലെ കുട്ടികൾ എന്ന ചെറുകഥ എഴുതിയത്. മനുഷ്യബന്ധങ്ങളെയും അതിജീവനത്തെയും കുറിച്ചുള്ള ചൂരൽമല എന്ന പുസ്തകത്തിന്റെ രചയിതാവ്. മനുഷ്യബന്ധങ്ങളെയും അതിജീവനത്തെയും കുറിച്ചുള്ള ചൂരൽമല എന്ന പുസ്തകത്തിന്റെ രചയിതാവ് UK കുമാരൻ. UK കുമാരൻ ആണ് മനുഷ്യബന്ധങ്ങളെയും അതിജീവനത്തെയും കുറിച്ചുള്ള ചൂരൽമല എന്ന പുസ്തകത്തിന്റെ രചയിതാവ് UK കുമാരൻ. മൾബറി എന്നോട് നിന്റെ സോർബയെക്കുറിച്ച് പറയൂ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? മൾബറി എന്നോട് നിന്റെ സോർബയെക്കുറിച്ച് പറയൂ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? ബെന്യാമിൻ. ബെന്യാമിനാണ് മൾബറി എന്നോട് നിന്റെ സോർബയെക്കുറിച്ച് പറയൂ എന്ന പുസ്തകത്തിന്റെ രചയിതാവ്. ബെന്യാമിൻ. ഏഞ്ചൽ മേരിയിലേക്ക് 100 ദിവസം എന്ന നോവൽ എഴുതിയത് ആരാണ്? ഏഞ്ചൽ മേരിയിലേക്ക് 100 ദിവസം എന്ന നോവൽ എഴുതിയത് ആരാണ്? M മുകുന്ദൻ. N മുകുന്ദനാണ് ഏഞ്ചൽ മേരിയിലേക്ക് 100 ദിവസം എന്ന നോവൽ എഴുതിയത്. M മുകുന്ദൻ. കലാച്ചി എന്ന നോവൽ എഴുതിയത് ആരാണ്? കലാച്ചി എന്ന നോവൽ എഴുതിയത് ആരാണ്? KR മീര. KR മീരയാണ് കലാച്ചി എന്ന നോവൽ എഴുതിയത്. KR മീര. EP ജയരാജന്റെ ആത്മകഥയുടെ പേര്. EP ജയരാജന്റെ ആത്മകഥയുടെ പേര് ഇതാണെന്റെ ജീവിതം. ഇതാണെന്റെ ജീവിതം എന്നതാണ് EP ജയരാജന്റെ ആത്മകഥയുടെ പേര്. ഇതാണെന്റെ ജീവിതം. കേരളത്തിലെ ആദ്യത്തെ AI വിദ്യാർത്ഥി റോബോട്ട്. കേരളത്തിലെ ആദ്യത്തെ AI വിദ്യാർത്ഥി റോബോട്ടാണ് മിയ. മിയ ആണ് കേരളത്തിലെ ആദ്യത്തെ AI വിദ്യാർത്ഥി റോബോട്ട്. മിയ. രാജ്യത്ത് ആദ്യമായി സ്കൂളിൽ തൊഴിൽ പഠനത്തിന് പുസ്തകങ്ങൾ തയ്യാറാക്കിയ സംസ്ഥാനം. രാജ്യത്ത് ആദ്യമായി സ്കൂളിൽ തൊഴിൽ പഠനത്തിന് പുസ്തകങ്ങൾ തയ്യാറാക്കിയ സംസ്ഥാനം കേരളം. കേരളമാണ് രാജ്യത്ത് ആദ്യമായി സ്കൂളിൽ തൊഴിൽ പഠനത്തിന് പുസ്തകങ്ങൾ തയ്യാറാക്കിയ സംസ്ഥാനം. കേരളം. 2026-27 അധ്യയന വർഷം പ്രീ പ്രൈമറി വിദ്യാഭ്യാസം 3 വർഷം ആക്കുവാൻ തീരുമാനിച്ച സംസ്ഥാനം. 2026-27 അധ്യയന വർഷം മുതൽ പ്രീ പ്രൈമറി വിദ്യാഭ്യാസം 3 വർഷം ആക്കുവാൻ തീരുമാനിച്ച സംസ്ഥാനം കേരളം. കേരളമാണ് 2026-27 അധ്യയന വർഷം മുതൽ പ്രീ പ്രൈമറി വിദ്യാഭ്യാസം 3 വർഷം ആക്കുവാൻ തീരുമാനിച്ച സംസ്ഥാനം കേരളം. 2026-27 അധ്യയന വർഷം മുതൽ 1-ാം ക്ലാസ്സിലേക്കുള്ള പ്രവേശനത്തിന് 6 വയസ്സ് ആക്കുവാൻ തീരുമാനിച്ച സംസ്ഥാനം. 2026-27 അധ്യയന വർഷം മുതൽ 1-ാം ക്ലാസ്സിലേക്കുള്ള പ്രവേശനത്തിന് 6 വയസ്സാക്കുവാൻ തീരുമാനിച്ച സംസ്ഥാനം കേരളം. കേരളമാണ് 2026-27 അധ്യയന വർഷം മുതൽ 1-ാം ക്ലാസ്സിലേക്കുള്ള പ്രവേശനത്തിന് 6 വയസ്സ് ആക്കുവാൻ തീരുമാനിച്ച സംസ്ഥാനം കേരളം. ബേപ്പൂർ അഴീക്കൽ തീരത്തിന് സമീപം തീപിടിച്ച് അപകടത്തിൽപ്പെട്ട ചരക്ക് കപ്പൽ. ബേപ്പൂർ അഴീക്കൽ തീരത്തിന് സമീപം തീപിടിച്ച് അപകടത്തിൽപ്പെട്ട ചരക്ക് കപ്പൽ MV വാൻഹായ് 503. MV വാൻഹായ് 503 എന്ന കപ്പലാണ് ബേപ്പൂർ അഴീക്കൽ തീരത്തിന് സമീപം തീപിടിച്ച് അപകടത്തിൽപ്പെട്ടത്. MV വാൻഹായ് 503. അടുത്തിടെ കൊച്ചി സന്ദർശിച്ച അന്താരാഷ്ട്ര ആഡംബര കപ്പൽ. അടുത്തിടെ കൊച്ചി സന്ദർശിച്ച അന്താരാഷ്ട്ര ആഡംബര കപ്പൽ സെലിബ്രിറ്റി മില്ലേനിയം. സെലിബ്രിറ്റി മില്ലേനിയം എന്ന ആഡംബര കപ്പലാണ് അടുത്തിടെ കൊച്ചി സന്ദർശിച്ചത്. സെലിബ്രിറ്റി മില്ലേനിയം. അടുത്തിടെ കൊച്ചി തുറമുഖത്ത് നങ്കൂരമിട്ട കടലിൽ ഒഴുകുന്ന സർവകലാശാല എന്നറിയപ്പെടുന്ന കപ്പൽ. അടുത്തിടെ കൊച്ചി തുറമുഖത്ത് നങ്കൂരമിട്ട കടലിൽ ഒഴുകുന്ന സർവകലാശാല എന്നറിയപ്പെടുന്ന കപ്പൽ MV വേൾഡ് ഒഡീസി. MV വേൾഡ് ഒഡീസിയാണ് അടുത്തിടെ കൊച്ചി തുറമുഖത്ത് നങ്കൂരമിട്ട കടലിൽ ഒഴുകുന്ന സർവകലാശാല എന്നറിയപ്പെടുന്ന കപ്പൽ MV വേൾഡ് ഒഡീസി. 2025 മെയ് 24 കൊച്ചി തീരത്തിന് സമീപം അപകടത്തിൽപ്പെട്ട ലൈബീരിയൻ കപ്പലിന്റെ പേര്. 2025 മെയ് 24 കൊച്ചി തീരത്തിന് സമീപം അപകടത്തിൽപ്പെട്ട ലൈബീരിയൻ കപ്പലിന്റെ പേര് MSC എൽസ 3. MSC എൽസ 3 എന്ന കപ്പലാണ് 2025 മെയ് 24 കൊച്ചി തീരത്തിന് സമീപം അപകടത്തിൽപ്പെട്ട ലൈബീരിയൻ കപ്പൽ MSC എൽസ 3.
വാർത്തകളിൽ നിറഞ്ഞു നിന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനികളിൽ ഒന്നായ MSCയുടെ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ആസ്ഥാനം എവിടെയാണ്? വാർത്തകളിൽ നിറഞ്ഞു നിന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനികളിൽ ഒന്നായ MSCയുടെ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ആസ്ഥാനം എവിടെയാണ്? ജനീവ. സ്വിറ്റ്സർലൻഡിലെ ജനീവയാണ് വാർത്തകളിൽ നിറഞ്ഞു നിന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനികളിൽ ഒന്നായ MSCയുടെ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ആസ്ഥാനം ജനീവ, സ്വിറ്റ്സർലൻഡിലെ ജനീവ. മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ, ശുചിത്വം, സൗന്ദര്യവൽക്കരണം എന്നിവയിലെ മാതൃകാപരമായ പ്രവർത്തനങ്ങളിലൂടെ കേരളത്തിലെ ആദ്യ ഹരിത റെയിൽവേ സ്റ്റേഷനായി മാറിയ റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ, ശുചിത്വം, സൗന്ദര്യവൽക്കരണം എന്നിവയിലെ മാതൃകാപരമായ പ്രവർത്തനങ്ങളിലൂടെ കേരളത്തിലെ ആദ്യ ഹരിത റെയിൽവേ സ്റ്റേഷനായി മാറിയ റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? കണ്ണപുരം. കണ്ണൂർ ജില്ലയിലെ കണ്ണപുരം റെയിൽവേ സ്റ്റേഷനാണ് മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ, ശുചിത്വം, സൗന്ദര്യവൽക്കരണം എന്നിവയിലെ മാതൃകാപരമായ പ്രവർത്തനങ്ങളിലൂടെ കേരളത്തിലെ ആദ്യ ഹരിത റെയിൽവേ സ്റ്റേഷനായി മാറിയ റെയിൽവേ സ്റ്റേഷൻ. കണ്ണപുരം, കണ്ണൂർ ജില്ലയിലെ കണ്ണപുരം റെയിൽവേ സ്റ്റേഷൻ. ലോകാരോഗ്യ സംഘടനയുടെ ശാസ്ത്ര ജേണലിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട കേരളത്തിലെ കമ്മ്യൂണിറ്റി ക്യാൻസർ നിയന്ത്രണ പദ്ധതി. ലോകാരോഗ്യ സംഘടനയുടെ ശാസ്ത്ര ജേണലിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട കേരളത്തിലെ കമ്മ്യൂണിറ്റി ക്യാൻസർ നിയന്ത്രണ പദ്ധതി. ക്യാൻസർ രഹിത കണ്ണപുരം, ക്യാൻസർ രഹിത കണ്ണപുരം. കണ്ണപുരം ഗ്രാമപഞ്ചായത്താണ് ഇത് നടപ്പിലാക്കിയത്. കണ്ണൂർ ജില്ലയിലെ കണ്ണപുരം ഗ്രാമപഞ്ചായത്താണ് ഇത് നടപ്പിലാക്കിയത്. അപ്പോൾ ലോകാരോഗ്യ സംഘടനയുടെ ശാസ്ത്ര ജേണലിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട കേരളത്തിലെ കമ്മ്യൂണിറ്റി ക്യാൻസർ നിയന്ത്രണ പദ്ധതിയാണ് ക്യാൻസർ രഹിത കണ്ണപുരം. കണ്ണൂർ ജില്ലയിലെ കണ്ണപുരം ഗ്രാമപഞ്ചായത്താണ് ഇത് നടപ്പിലാക്കിയത്. ജലലഭ്യത, ഉപയോഗം, ഭാവി ആസൂത്രണം എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഏകീകരിച്ച് സമഗ്രമായ ജില്ലാ ജലബജറ്റ് തയ്യാറാക്കുന്ന കേരളത്തിലെ ആദ്യ ജില്ല. ജലലഭ്യത, ഉപയോഗം, ഭാവി ആസൂത്രണം എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഏകീകരിച്ച് സമഗ്രമായ ജില്ലാ ജലബജറ്റ് തയ്യാറാക്കുന്ന കേരളത്തിലെ ആദ്യ ജില്ല കണ്ണൂർ. കണ്ണൂർ ജില്ലയാണ് ജലലഭ്യത, ഉപയോഗം, ഭാവി ആസൂത്രണം എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഏകീകരിച്ച് സമഗ്രമായ ജില്ലാ ജലബജറ്റ് തയ്യാറാക്കുന്ന കേരളത്തിലെ ആദ്യ ജില്ലയാണ് കണ്ണൂർ. ചരിത്ര രേഖകളും മറ്റും പൊതുജനങ്ങൾക്കായി പ്രദർശിപ്പിക്കാൻ ജയിൽ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? ചരിത്ര രേഖകളും മറ്റും പൊതുജനങ്ങൾക്കായി പ്രദർശിപ്പിക്കാൻ ജയിൽ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? കണ്ണൂർ. കണ്ണൂർ ജില്ലയിലാണ് ചരിത്ര രേഖകളും മറ്റും പൊതുജനങ്ങൾക്കായി പ്രദർശിപ്പിക്കാൻ ജയിൽ മ്യൂസിയം നിലവിൽ വരുന്നത്. കണ്ണൂർ ജില്ലയിൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ വെങ്കല ശിവശില്പം സ്ഥാപിതമാവുന്ന ക്ഷേത്രം. ഇന്ത്യയിലെ ഏറ്റവും വലിയ വെങ്കല ശിവശില്പം സ്ഥാപിതമാവുന്ന ക്ഷേത്രം തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം. കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വെങ്കല ശിവശില്പം സ്ഥാപിതമാവുന്ന ക്ഷേത്രം. കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം. മേഘാലയയിൽ ചീഫ് സെക്രട്ടറിയായി നിയമിതനായ കണ്ണൂർ സ്വദേശിയായ IAS ഓഫീസർ. മേഘാലയയിൽ ചീഫ് സെക്രട്ടറിയായി നിയമിതനായ കണ്ണൂർ സ്വദേശിയായ IAS ഓഫീസർ ഡോക്ടർ ഷക്കീൽ അഹമ്മദ്. ഡോക്ടർ ഷക്കീൽ അഹമ്മദാണ് മേഘാലയയിൽ ചീഫ് സെക്രട്ടറിയായി നിയമിതനായ കണ്ണൂർ സ്വദേശിയായ IAS ഓഫീസർ ഡോക്ടർ ഷക്കീൽ അഹമ്മദ്. എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ആദ്യത്തെ മലയാളി വനിത. എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ആദ്യത്തെ മലയാളി വനിത സഫ്രീന ലത്തീഫ്. കണ്ണൂർ ജില്ലക്കാരിയായ സഫ്രീന ലത്തീഫാണ് എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ആദ്യത്തെ മലയാളി വനിത സഫ്രീന ലത്തീഫ്. പരിസ്ഥിതി സൗഹൃദ സുസ്ഥിര വികസന മാതൃകകൾക്ക് ലഭിക്കുന്ന അന്താരാഷ്ട്ര ബഹുമതിയായ ഇന്റർനാഷണൽ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ 2025 ലഭിച്ച കേരളത്തിലെ ബീച്ചുകൾ. പരിസ്ഥിതി സൗഹൃദ സുസ്ഥിര വികസന മാതൃകകൾക്ക് ലഭിക്കുന്ന അന്താരാഷ്ട്ര ബഹുമതിയായ ഇന്റർനാഷണൽ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ 2025 ലഭിച്ച കേരളത്തിലെ ബീച്ചുകൾ. കോഴിക്കോട് ജില്ലയിലെ കാപ്പാട് ബീച്ച്, കണ്ണൂർ ജില്ലയിലെ അഴീക്കോട് ചാൽ ബീച്ച്. കാപ്പാട് ബീച്ച്, ചാൽ ബീച്ച് എന്നിവയാണ്
പരിസ്ഥിതി സൗഹൃദ സുസ്ഥിര വികസന മാതൃകകൾക്ക് ലഭിക്കുന്ന അന്താരാഷ്ട്ര ബഹുമതിയായ ഇന്റർനാഷണൽ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ 2025 ലഭിച്ച കേരളത്തിലെ ബീച്ചുകൾ: കോഴിക്കോട് ജില്ലയിലെ കാപ്പാട് ബീച്ച്, കണ്ണൂർ ജില്ലയിലെ അഴീക്കോട് ചാൽ ബീച്ച്. ഇന്റർനാഷണൽ ബ്ലൂ ഫ്ലാഗ് പദവി നൽകുന്ന ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ FEE എന്ന സംഘടനയുടെ ആസ്ഥാനം. ഇന്റർനാഷണൽ ബ്ലൂ ഫ്ലാഗ് പദവി നൽകുന്ന ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ FEE എന്ന സംഘടനയുടെ ആസ്ഥാനം ഡെൻമാർക്ക്. ഡെൻമാർക്കാണ് ഇന്റർനാഷണൽ ബ്ലൂ ഫ്ലാഗ് പദവി നൽകുന്ന ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ FEE എന്ന സംഘടനയുടെ ആസ്ഥാനം ഡെൻമാർക്ക്. കേന്ദ്ര സർക്കാരിന്റെ പുതിയ സർവേ പ്രകാരം കേരളത്തിന്റെ കടൽ തീരത്തിന്റെ ദൈർഘ്യം. കേന്ദ്ര സർക്കാരിന്റെ പുതിയ സർവേ പ്രകാരം കേരളത്തിന്റെ കടൽ തീരത്തിന്റെ ദൈർഘ്യം 600.15 കിലോമീറ്റർ. 600.15 കിലോമീറ്റർ ആണ് കേന്ദ്ര സർക്കാരിന്റെ പുതിയ സർവേ പ്രകാരം കേരളത്തിന്റെ കടൽ തീരത്തിന്റെ ദൈർഘ്യം. 600.15 കിലോമീറ്റർ. കേരള മുഖ്യമന്ത്രിയായി ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിൽ ഇരുന്നവരിൽ 2ാം സ്ഥാനത്ത് എത്തിയത് ആരാണ്? കേരള മുഖ്യമന്ത്രിയായി ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിൽ ഇരുന്നവരിൽ 2ാം സ്ഥാനത്ത് എത്തിയത് ആരാണ്? പിണറായി വിജയൻ. 1ാമത് EK നായനാർ. അപ്പോൾ കേരള മുഖ്യമന്ത്രിയായി ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിൽ ഇരുന്നവരിൽ 1ാമത് EK നായനാർ, 2ാമത് പിണറായി വിജയൻ. തിരുവനന്തപുരം സ്മാർട്ട് സിറ്റി പരിസരങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നത് കണ്ടെത്തുവാനും തുടർന്നുള്ള നടപടികൾ സ്വീകരിക്കുവാനുമായി നിർമ്മിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനം. തിരുവനന്തപുരം സ്മാർട്ട് സിറ്റി പരിസരങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നത് കണ്ടെത്തുവാനും തുടർന്നുള്ള നടപടികൾ സ്വീകരിക്കുവാനുമായി നിർമ്മിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനം ശുചിത്വ ഐ ആണ് തിരുവനന്തപുരം സ്മാർട്ട് സിറ്റി പരിസരങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നത് കണ്ടെത്തുവാനും തുടർന്നുള്ള നടപടികൾ സ്വീകരിക്കുവാനുമായി നിർമ്മിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനം ശുചിത്വ ഐ. കടലിലും തീരത്തും അടിഞ്ഞുകൂടുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കി മത്സ്യസമ്പത്തിന്റെ സംരക്ഷണവും തീരദേശ വികസനവും ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി. കടലിലും തീരത്തും അടിഞ്ഞുകൂടുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കി മത്സ്യസമ്പത്തിന്റെ സംരക്ഷണവും തീരദേശ വികസനവും ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ശുചിത്വ സാഗരം സുന്ദര തീരം. ശുചിത്വ സാഗരം സുന്ദര തീരം എന്ന പദ്ധതിയാണ് കടലിലും തീരത്തും അടിഞ്ഞുകൂടുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കി മത്സ്യസമ്പത്തിന്റെ സംരക്ഷണവും തീരദേശ വികസനവും ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ശുചിത്വ സാഗരം സുന്ദര തീരം. സമുദ്രത്തിന്റെ അടിത്തട്ടിലെ മഹാരഹസ്യങ്ങൾ തേടിയുള്ള ഇന്ത്യയുടെ സമുദ്രയാൻ യാത്രയിലെ മലയാളി സാന്നിധ്യം. സമുദ്രത്തിന്റെ അടിത്തട്ടിലെ മഹാരഹസ്യങ്ങൾ തേടിയുള്ള ഇന്ത്യൻ സമുദ്രയാൻ യാത്രയിലെ മലയാളി സാന്നിധ്യം ഹരികൃഷ്ണൻ. ഹരികൃഷ്ണനാണ് സമുദ്രത്തിന്റെ അടിത്തട്ടിലെ മഹാരഹസ്യങ്ങൾ തേടിയുള്ള ഇന്ത്യയുടെ സമുദ്രയാൻ യാത്രയിലെ മലയാളി സാന്നിധ്യം ഹരികൃഷ്ണൻ. സമുദ്രത്തിനടിയിൽ 6000 മീറ്റർ ആഴത്തിൽ മനുഷ്യരെയും വഹിച്ചു കൊണ്ടുപോകുന്ന ഇന്ത്യൻ നിർമ്മിത പേടകം. സമുദ്രത്തിനടിയിൽ 6000 മീറ്റർ ആഴത്തിൽ മനുഷ്യരെയും വഹിച്ചു കൊണ്ടുപോകുന്ന ഇന്ത്യൻ നിർമ്മിത പേടകം മത്സ്യ 6000. മത്സ്യ 6000 എന്ന പേടകമാണ് സമുദ്രത്തിനടിയിൽ 6000 മീറ്റർ ആഴത്തിൽ മനുഷ്യരെയും വഹിച്ചു കൊണ്ടുപോകുന്ന ഇന്ത്യൻ നിർമ്മിത പേടകം മത്സ്യ 6000. കേന്ദ്ര വനം പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയത്തിന്റെ 2020-2025 മാനേജ്മെന്റ് എഫക്റ്റീവ്നെസ് ഇവാലുവേഷൻ MEE റിപ്പോർട്ടുകൾ പ്രകാരം ഏത് ദേശീയോദ്യാനമാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ദേശീയോദ്യാനമായി തിരഞ്ഞെടുത്തത്? കേന്ദ്ര വനം പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയത്തിന്റെ 2020-2025 മാനേജ്മെന്റ് എഫക്റ്റീവ്നെസ് ഇവാലുവേഷൻ MEE റിപ്പോർട്ടുകൾ പ്രകാരം ഏത് ദേശീയോദ്യാനമാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ദേശീയോദ്യാനമായി തിരഞ്ഞെടുത്തത്? ഇരവികുളം ദേശീയോദ്യാനം. ഇടുക്കി ജില്ലയിലെ ഇരവികുളം ദേശീയോദ്യാനമാണ് കേന്ദ്ര വനം പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയത്തിന്റെ 2020-2025 മാനേജ്മെന്റ് എഫക്റ്റീവ്നെസ് ഇവാലുവേഷൻ MEE റിപ്പോർട്ടുകൾ പ്രകാരം മികച്ച ദേശീയോദ്യാനമായി തിരഞ്ഞെടുത്തത് ഇരവികുളം ദേശീയോദ്യാനം. കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കുട്ടികളുടെ അന്താരാഷ്ട്ര ശുചിത്വ ഉച്ചകോടിയുടെ വേദി. കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച
കുട്ടികളുടെ അന്താരാഷ്ട്ര ശുചിത്വ ഉച്ചകോടിയുടെ വേദി? തിരുവനന്തപുരം ജില്ലയാണ് കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കുട്ടികളുടെ അന്താരാഷ്ട്ര ശുചിത്വ ഉച്ചകോടിയുടെ വേദി? തിരുവനന്തപുരം ജില്ല. വേനൽക്കാലത്ത് പൊതുജനങ്ങൾക്ക് ഗുണമേന്മയുള്ള വിഷരഹിത തണ്ണിമത്തൻ ലഭ്യമാക്കുന്നതിന് കുടുംബശ്രീ ആരംഭിച്ച പദ്ധതി? വേനൽക്കാലത്ത് പൊതുജനങ്ങൾക്ക് ഗുണമേന്മയുള്ള വിഷരഹിത തണ്ണിമത്തൻ ലഭ്യമാക്കുന്നതിന് കുടുംബശ്രീ ആരംഭിച്ച പദ്ധതി? വേനൽ മധുരം. വേനൽ മധുരം എന്ന പദ്ധതിയാണ് വേനൽക്കാലത്ത് പൊതുജനങ്ങൾക്ക് ഗുണമേന്മയുള്ള വിഷരഹിത തണ്ണിമത്തൻ ലഭ്യമാക്കുന്നതിന് കുടുംബശ്രീ ആരംഭിച്ച പദ്ധതി? വേനൽ മധുരം. കുടുംബശ്രീയുടെ 6ാമത് സംസ്ഥാനതല ബഡ്സ് കലോത്സവത്തിൽ കിരീടം നേടിയ ജില്ല? കുടുംബശ്രീയുടെ 6ാമത് സംസ്ഥാനതല ബഡ്സ് കലോത്സവത്തിൽ കിരീടം നേടിയ ജില്ല? വയനാട്. വയനാട് ജില്ലയാണ് കുടുംബശ്രീയുടെ 6ാമത് സംസ്ഥാനതല ബഡ്സ് കലോത്സവത്തിൽ കിരീടം നേടിയ ജില്ല? വയനാട്. ഈ കലോത്സവത്തിന് തില്ലാന എന്നാണ് പേര് നൽകിയിരുന്നത്. കലോത്സവത്തിന്റെ വേദി കൊല്ലം ജില്ലയായിരുന്നു. പട്ടികവർഗ മേഖലയിലെ യുവജനങ്ങൾക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും ഈ മേഖലയിൽ പ്രൊഫഷണലിസം കൈവരിക്കുന്നതിനും കുടുംബശ്രീ ആരംഭിച്ച പദ്ധതി? പട്ടികവർഗ മേഖലയിലെ യുവജനങ്ങൾക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും ഈ മേഖലയിൽ പ്രൊഫഷണലിസം കൈവരിക്കുന്നതിനും കുടുംബശ്രീ ആരംഭിച്ച പദ്ധതി? കേറ്റിക്. കേറ്റിക് എന്ന പദ്ധതിയാണ് പട്ടികവർഗ മേഖലയിലെ യുവജനങ്ങൾക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും ഈ മേഖലയിൽ പ്രൊഫഷണലിസം കൈവരിക്കുന്നതിനും കുടുംബശ്രീ ആരംഭിച്ച പദ്ധതി? കേറ്റിക്. കാർഷിക രംഗത്തെ ആധുനികവൽക്കരണവും വനിതാ കർഷകർക്ക് സുസ്ഥിര വരുമാന ലഭ്യതയും ലക്ഷ്യമിട്ട് കുടുംബശ്രീ മുഖേന നടപ്പാക്കുന്ന പദ്ധതി? കാർഷിക രംഗത്തെ ആധുനികവൽക്കരണവും വനിതാ കർഷകർക്ക് സുസ്ഥിര വരുമാന ലഭ്യതയും ലക്ഷ്യമിട്ട് കുടുംബശ്രീ മുഖേന നടപ്പാക്കുന്ന പദ്ധതി? കുടുംബശ്രീ ടെക്നോളജി അഡ്വാൻസ്മെന്റ് പ്രോഗ്രാം. കുടുംബശ്രീ ടെക്നോളജി അഡ്വാൻസ്മെന്റ് പ്രോഗ്രാം അഥവാ KTAP എന്ന പദ്ധതിയാണ് കാർഷിക രംഗത്തെ ആധുനികവൽക്കരണവും വനിതാ കർഷകർക്ക് സുസ്ഥിര വരുമാന ലഭ്യതയും ലക്ഷ്യമിട്ട് കുടുംബശ്രീ മുഖേന നടപ്പാക്കുന്ന പദ്ധതി? കുടുംബശ്രീ ടെക്നോളജി അഡ്വാൻസ്മെന്റ് പ്രോഗ്രാം KTAP. സംസ്ഥാനത്തെ ആദിവാസി ഊരുകളിൽ വിശദമായ സർവേ നടത്തി മൺമറയാൻ സാധ്യതയുള്ള കലാരൂപങ്ങൾ കണ്ടെത്തി പ്രൊഫഷണൽ പ്രോഗ്രാമാക്കാൻ കുടുംബശ്രീ ആരംഭിച്ച പദ്ധതി? സംസ്ഥാനത്തെ ആദിവാസി ഊരുകളിൽ വിശദമായ സർവേ നടത്തി മൺമറയാൻ സാധ്യതയുള്ള കലാരൂപങ്ങൾ കണ്ടെത്തി പ്രൊഫഷണൽ പ്രോഗ്രാമാക്കാൻ കുടുംബശ്രീ ആരംഭിച്ച പദ്ധതി? ജൻഗൽസ. ഇതിന്റെ അർത്ഥം ജനങ്ങളുടെ ഉത്സവം എന്നാണ്. ജൻഗൽസ എന്ന പദ്ധതിയാണ് സംസ്ഥാനത്തെ ആദിവാസി ഊരുകളിൽ വിശദമായ സർവേ നടത്തി മൺമറയാൻ സാധ്യതയുള്ള കലാരൂപങ്ങൾ കണ്ടെത്തി പ്രൊഫഷണൽ പ്രോഗ്രാമാക്കാൻ കുടുംബശ്രീ ആരംഭിച്ച പദ്ധതി? ജൻഗൽസ. സംസ്ഥാനത്തെ അയൽക്കൂട്ട അംഗങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഒരുക്കുന്നതിനുള്ള കുടുംബശ്രീയുടെ പദ്ധതി? സംസ്ഥാനത്തെ അയൽക്കൂട്ട അംഗങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഒരുക്കുന്നതിനുള്ള കുടുംബശ്രീയുടെ പദ്ധതി? ജീവൻ ദീപം ഒരുമ. ജീവൻ ദീപം ഒരുമ എന്ന പദ്ധതിയാണ് സംസ്ഥാനത്തെ അയൽക്കൂട്ട അംഗങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഒരുക്കുന്നതിനുള്ള കുടുംബശ്രീയുടെ പദ്ധതി? ജീവൻ ദീപം ഒരുമ. ഈ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കുന്നതാണ്. PSC ബുള്ളറ്റിൽ നിന്നുള്ള കറണ്ട് അഫയേഴ്സുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. പരീക്ഷയ്ക്ക് തീർച്ചയായും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് ക്ലാസ് മുഴുവനായും കാണുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി അറിയിക്കുക. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.